മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, വിനയമുള്ളവരാവുക, എന്നാൽ ആർക്കും അടിമയാകാതിരിക്കുക. സ്വയം അഭിമാനിക്കുക, എന്നാൽ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് യാതൊരു മൂല്യവും ഉണ്ടാകില്ല. നിങ്ങളുടെ മൗനം മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് നിങ്ങൾ പറയുന്നതും മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തരെ, ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വെല്ലുവിളികൾ തരുന്നത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ ശക്തരാക്കാനാണ്. ഏതു സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കുക, തീരുമാനിക്കുക. എങ്കിൽ മാത്രമേ എന്തും സഹിക്കാനുള്ള ധൈര്യമുണ്ടാകൂ. വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിലയറിയാം. അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയുന്നു. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും നിങ്ങളെ പിന്തുടരുകയില്ല. ഭക്തരെ, പിന്നിട്ട വഴികളിലെ അനുഭവങ്ങളും ഇനി പിന്തുടരാനുള്ള വഴികളിലെ പ്രതീക്ഷകളുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകാനുള്ള ഊർജം നൽകുന്നത്. തെറ്റായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഭക്തരെ, വേദനയെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരാളുടെ വേദനയിൽ എത്രമേൽ കൈത്താങ്ങാവാൻ നിങ്ങൾക്ക് കഴിയുന്നുവോ, അതായിരിക്കും നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം. ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. പക്ഷേ ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. ഭക്തരെ, മെഴുകുതിരി പോലെയാണ് പലരുടെയും ജീവിതം. ദൂരത്ത് നിന്ന് നോക്കിയാൽ പ്രകാശം മാത്രമേ കാണൂ. അടുത്തു ചെന്ന് നോക്കിയാൽ സ്വയം ഉരുകുന്നത് കാണാം. നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അതറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹമുള്ളത്. ഭക്തരെ, സൗന്ദര്യത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജീവിതം ആരാണോ സുന്ദരമാക്കുന്നത് അവരെ സ്നേഹിക്കുക. കൂടെയുള്ളവരെല്ലാം സ്വന്തമെന്ന് കരുതുമ്പോഴും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വകാര്യതകളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുമ്പോഴാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്. ചിലരുടെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടമാണ്. അവർക്ക് സന്തോഷമില്ല, സങ്കടമില്ല. അവരുടെ കണ്ണുനീരിനു പോലും മറ്റുള്ളവരെ ഭയമാണ്. ഒന്ന് പൊട്ടിക്കരയാൻ സ്വാതന്ത്ര്യമില്ല. ഇഷ്ടം തുറന്നു പറയാൻ അവകാശവുമില്ല. ഭക്തരെ, ചില മനുഷ്യർ അങ്ങനെയാണ്. അവരുടെ ആവശ്യം കാണുന്നതുവരെ നിങ്ങളെ ചേർത്ത് പിടിക്കും. കാര്യം കഴിഞ്ഞാൽ ചേർത്തതിലും വേഗത്തിൽ നിങ്ങളെ ഒഴിവാക്കും. കൂടെ കുറെ കുറ്റങ്ങളും ചാർത്തിത്തരും. മറ്റുള്ളവർക്ക് സങ്കടം നൽകി സന്തോഷത്തോടെ ജീവിക്കുന്നവർ ഓർക്കുക, കൊടുത്തതൊക്കെയും തിരിച്ചു വരുന്നൊരു കാലം വരും, തീർച്ച. ഓരോ മനുഷ്യൻ്റെയും കുറവ് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ആഗ്രഹങ്ങൾക്കോ അവരുടെ സ്നേഹത്തിനോ അവരുടെ സങ്കടങ്ങൾക്കോ ഒരു വിലയും കൊടുക്കാത്തവരെയായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഭക്തരെ, മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ലോകത്ത്. അത് സ്നേഹം മാത്രമാണ്. അജ്ഞതയാണ് എല്ലാ തിന്മകളുടെയും വേരും കാതലും. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് വിചാരിക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നിങ്ങൾക്ക് കാണേണ്ടി വരും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.